ഇത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന വഴി സിരുമുഖൈ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് പട്ടുസാരികൾ നെയ്യുന്ന സ്ഥലം. അതായത് അവിടെ ഓരോ കുടിലുകൾ പോലും ഇത് കുടിൽ വ്യവസായം പോലെ പട്ടുസാരി നെയ്യലാണ്. അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ വരെ പട്ടുസാരികൾ നെയ്ത് വിൽക്കുന്നതാണ്. പിന്നെ സാരിനെ പറ്റി യാതൊരു ABCD അറിയാത്ത ഞാൻ അവിടെ പോയിട്ട് എനിക്ക് പട്ടുസാരി ഏതാണോ അല്ലാത്ത സാരി ഏതാണോ കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയൂല. എനിക്ക് അവിടെ പോയപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് സാരികൾ വാങ്ങിച്ചു. അതിലൊരു സാരിയാണ് ഇത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാരികളുമാണ്. ഞാൻ അവിടുന്ന് വാങ്ങിച്ച സാരി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഫ്ലിപ്കാർട്ട് ആണെന്ന് തോന്നുന്നു. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും കേട്ടോ. ഇത് പട്ടുസാരിയാണ് കേട്ടോ. ഇത് ഞാൻ ആ കോയമ്പത്തൂര് പോയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ടവലിന്റെ അത്ര ഇതേ ഉള്ളൂ നമുക്കിതിന്. പക്ഷെ ഉടുത്ത നമ്മളുടെ ബോഡിനോട് ചേർന്ന് നിൽക്കും. ഇതാണ് ഞാൻ എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇട്ട സാരി. ഇതൊന്നും വെളിച്ചം കാണാൻ പാടില്ല, അതുകൊണ്ട് പെട്ടിക്കകത്താക്കിയിട്ടാ വെക്കാം കേട്ടോ. ഇത് ഏത് സാരിയാന്ന് എല്ലാവർക്കും അറിയോ? ഇതാണ് എന്റെ കല്യാണ സാരി. കണ്ട, ഇതാണ് എന്റെ കല്യാണ സാരി. ഒക്കെ ഞാൻ നന്നായി എടുത്തു വെക്കും കേട്ടോ. അപ്പം ഇത് ഞാന് കുന്നമംഗലത്ത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് വാങ്ങിച്ചതാവും. ഞങ്ങൾ ടൗണിൽ നിന്ന് എന്തോ അതുവഴി അങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഷോപ്പ് കണ്ടപ്പോൾ കയറി വാങ്ങിച്ചു. ഇത് ഞാൻ ഹസ്ബൻഡിന്റെ ഒരു അപ്പച്ചിയുടെ മോന്റെയോ മോളുടെ ആരുടെയോ ഒരു കല്യാണത്തിന് ഞാൻ ഈ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. കാരണം ഇതുവരെ അഴിച്ചിട്ടില്ല. കാരണം ഇത് വീണ്ടും ഇതുപോലെ കുത്തിയെടുക്കാൻ എനിക്ക് അറിയില്ല. ഇനി ഈ സാരി ഏട്ടന്റെ അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ. ഇതും അമ്മ എനിക്ക് തന്നതാ. ഇതിന്റെ പിന്നിൽ ഒരുപാട് കുറെ വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് എന്താ പറയാ, അമ്മ സാരി ഒക്കെ തന്ന കൂട്ടത്തില് ഈ സാരി അമ്മ പറഞ്ഞു ഇത് അമ്മയുടെ കല്യാണ സാരിയാണ്. അപ്പൊ ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞു, കല്യാണ സാരി ആർക്കും കൊടുക്കാൻ പാടില്ല അമ്മേ. കാരണം എൻ്റെ അമ്മയുടെ കയ്യിൽ കുറെ സാരി ഉണ്ട്. പഴയ സാരിയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ, കുറെ നല്ല സിൽക്കിന്റെ സാരി. അപ്പൊ എൻ്റെ അമ്മയുടെ കല്യാണ സാരി ഉണ്ട്. ഒരു ചന്ദന കളർ പോലത്തെ ഒരു സാരിയും റെഡ് കളറ് മുന്താണിയൊക്കെ ആയിട്ടുള്ള സാരിയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ അമ്മയോട് കോളേജിൽ പഠിക്കുമ്പോൾ അതൊന്നും ഉടുക്കാൻ തരുമെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കല്യാണ സാരി അങ്ങനെ ആർക്കും ഉടുക്കാനൊന്നും കൊടുക്കൂല, എന്താ ചത്ത് കഴിഞ്ഞാൽ പുതയ്ക്കാനുള്ളതാന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മയെ കല്യാണ സാരി ഒന്നും അങ്ങനെ കൊടുക്കൂല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതയ്ക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോ അന്ന് അമ്മ പറഞ്ഞു, മോളെ